ദീപുവോ, വരൂ. മാനവ് സൈറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജോർജേട്ടൻ വിളിച്ചിരുന്നു. ഇവനിത് എന്ത് ഭാവിച്ചാണ്? ആരും ഒന്നും പറയുന്നില്ലെന്നുള്ള അഹങ്കാരം അവന്. കുറച്ച് ഗുഡായിസവും കയ്യിലുണ്ടല്ലോ. 4 പേരെ ഇറക്കി കൈയും കാലും തല്ലിയൊടിക്കാ വേണ്ടത്. കുറച്ചു കാലം സമാധാനം ഉണ്ടായിരുന്നു, വീണ്ടും തുടങ്ങി. ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ, അവരൊക്കെ ആകെ പേടിച്ചിരിക്കുക. പുതിയ സൈറ്റിലാണോ? അതെ. അല്ല, സനീഷ് അവിടെ ഉണ്ടല്ലോ. സനീഷ് പറയുന്നുണ്ട് അങ്ങളും തോന്നരുത്. ഈ സനീഷ് തന്നെയാണ് ഇതൊക്കെ ഒപ്പിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അങ്കിള് സംശയിക്കണ്ട, എനിക്ക് അവനെ തന്നെയാ സംശയം. ഒരു മനസാക്ഷി ഇല്ലാത്തവനവൻ. സ്വന്തം കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാണവൻ. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിശ്വസിക്കണമെന്നാണോ അങ്കിള് പറയുന്നത്? പക്ഷേ സനീഷ് അങ്ങനെ ചെയ്യുമോ? അങ്കിളെ, അങ്കിളുടെ ചിന്തകൾ തന്നെയാ ഇത്രയും നാള് ആ മുതലെടുത്തത്. അത് അങ്കിൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോ. എനിക്കവനെ ബലമായ സംശയമുണ്ട്. അവനറിയാതെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല. അപ്പോ മാനവുമായി ബന്ധമുണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എന്തുകൊണ്ടില്ല? അങ്കിള് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. മാനവ് വന്നത് മുതലുള്ള കാര്യങ്ങള് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. കൃത്യമായ സമയത്താണ് അങ്കിള് കമ്പനി എന്റെ പേരിലേക്ക് മാറ്റി എഴുതിയത്. ആ നിമിഷം മുതൽ സനീഷ് നമ്മുടെ ശത്രു തന്നെയാ. അവന് നമ്മളോട് തീർത്താ തീരാത്ത വൈരാഗ്യമുണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കാതെ ഒരു തക്കം പാർത്ത് നിൽക്കുകയാണവൻ. ഇത്രയും വർഷത്തെ അങ്കിളുടെ വിയർപ്പാണ് ഈ കമ്പനി. അതങ്ങനെ 2 3 പേര് ചേർന്ന് ഗൂഢാലോചന നടത്തി തകർക്കാൻ അനുവദിച്ചു കൊടുത്തൂടാ. പക്ഷേ നമ്മൾ എങ്ങനെ ഡീല് ചെയ്യും? സനീഷിനോട് ചോദിക്കാൻ കഴിയൂ? തെളിവുകളില്ലാതെ നമ്മൾ എങ്ങനെ അവന്റെ മേൽ കുറ്റം ആരോപിക്കും? തൽക്കാലം അങ്കിൾ ഒന്നും പറയണ്ട, ഞാൻ അവനൊന്ന് വാച്ച് ചെയ്തോട്ടെ. കൈയോടെ പിടിക്കണം നമുക്ക്. വീട്ടില്ല ഞാൻ അവനെ. നീ സൂക്ഷിക്കണം. അവന് മാനവിന്റെ പിൻബലമുണ്ടെങ്കിൽ അവനെ തീർച്ചയായും സൂക്ഷിക്കണം. ആരുടെ പിൻബലം ഉണ്ടെങ്കിലും നമ്മളവനെ വെറുതെ വിടില്ല. നമ്മുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവർക്ക് തട്ടിക്കളയാനുള്ളതല്ല. ഞാനും വരാം, നീ തനിച്ചു പോകണ്ട. അങ്കിൾ വരണ്ട. അങ്കിൾ അവിടെ തലകുനിച്ച് നിൽക്കുന്നത് എനിക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ആവശ്യം നമ്മുടേതല്ലേ മോനെ. ഒരുപക്ഷേ ഞാൻ വന്ന് പറഞ്ഞാൽ അവൻ അനുസരിച്ചാലോ? അങ്കിളിന് തോന്നുന്നുണ്ടോ അവൻ അനുസരിക്കുമെന്ന്? ഒരിക്കലും ഇല്ല. അത്രയും പേരുടെ മുന്നിൽ വെച്ച് അങ്കിളിനെ നാണം കെടുത്താൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കും അവൻ. ബർത്ത്ഡേ ദിവസത്തെ പ്രശ്നങ്ങളൊക്കെ അങ്കിള് മറന്നോ? പക്ഷേ അതിങ്ങനെ തുടർന്നു പോകാൻ സമ്മതിച്ചാൽ ഈ കമ്പനിയുടെ അവസ്ഥ എന്താകും? അതിനുള്ള മറുമരുന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പോ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. സനീഷ് അവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അവൻ ഇതൊക്കെ കണ്ട് രസിക്കുക. മോനെന്താ ഉറങ്ങാത്തെ? എനിക്ക് ഉറക്കം വരുന്നില്ല. മോന് നാളെ സ്കൂളിൽ പോണ്ടേ? മോന് ഉറങ്ങിയില്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ പോയി ഉറങ്ങിപ്പോ. അപ്പൊ അമ്മ ഉറങ്ങിപ്പോത്തില്ലേ നാളെ? ആ
അമ്മയെ ഉറങ്ങാൻ പോവാ. ചേച്ചി ഉറങ്ങിയിട്ടുണ്ടാവോ അമ്മേ? അറിയില്ല മോനെ. അമ്മയെ കാണാതെ ചേച്ചി ഉറങ്ങില്ല. ചേച്ചി ഇപ്പൊ കരയുന്നുണ്ടാവും അല്ലേ? മോനതൊന്നും ആലോചിക്കണ്ട. മോൻ ഉറങ്ങിക്കോ. അമ്മ പാട്ട് പാടിത്തരാട്ടോ. കിടന്നോ. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നീലാവോ പുത്തൻ പവീഴ കൊടിയോ ചേറു തത്തകൾ കൊഞ്ചും
മുഷി പോയില്ല കുഞ്ഞെ. പക്ഷെ അവളെ ദൈവം എന്റെ അടുത്ത് അകറ്റിക്കളഞ്ഞു. ഇത്രയേറെ ഭാഗ്യം കിട്ട ഒരു അമ്മയായി പോയല്ലോ ഞാൻ. അച്ഛാ 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 വാതിലുറക്കച്ഛാ. അച്ഛാ അച്ഛാ വാതിലുറക്കച്ഛാ. തുറക്കച്ഛാ. എന്താ ചെക്ക, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? അമ്മ കാണുന്നില്ല. മുറിയില് മൊത്തം നോക്കി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അമ്മ കാണുന്നില്ല. നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അമ്മ കാണുന്നില്ല. ഒന്ന് എന്ത് നോക്ക്. കഷ്ടം ഇത്. എന്താ എന്തൊക്കെയാ പറയുന്നു? എന്താ മോനെ? അമ്മ കാണുന്നില്ല. കാണുന്നില്ലേ? മോ മുറിയിലൊക്കെ നോക്കിയോ? മുറി മൊത്തം നോക്കി. എന്താ ഇവിടെ കറണ്ട് പോയോ? കറണ്ട് ഒക്കെ പോയിട്ട് കുറെ നേരമായി. അപ്പൊ ഇൻവേർട്ടറോ? ഇൻവെർട്ടർ കംപ്ലൈന്റ് അല്ലേ? എങ്കി ആ ടോർച്ച് എടുത്തിട്ട് വാ. അച്ഛാ എന്താ മോനെ? അച്ഛാ കരയണ്ട, നമുക്ക് നോക്കാം. മോൻ അവിടെ എല്ലാം നോക്കിയോ? മുറി മൊത്തം രജിതേ, നോക്കി. ആ വരുന്നു. ആ ടോർച്ച് എടുത്തിട്ട് വാ. നോക്കി. മോൻ കരയണ്ട, നമുക്ക് നോക്കാം. കരയണ്ട കേട്ടോ. ദാ, വൈകുന്നേരേ അവള് കൊച്ചിനെ കാണില്ലാന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ പോയി നോക്കിയോളാം, നീ വരണ്ട. ഞാനും വരുന്നു. എന്നാ വാ.
കാണിക്കുക. അച്ഛാ അച്ഛാ അമ്മയെ കാണുന്നു. അച്ഛാ ഇവളീ രാത്രി ഇത് എങ്ങോട്ട് പോയി? മുറി മൊത്തം നോക്കി. കാണുന്നില്ലല്ലോ. മൊത്തം നോക്കി. ഒന്ന് വാ മൂടി നിക്കാവോ? ഇവിടെ മനുഷ്യർ കുറച്ച് സ്വസ്ഥത വേണം. അവള് വന്ന് കേറിയപ്പോ മുതല് അത് എന്താണെന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. അവൾ എങ്ങോട്ടെങ്കിലും പോയെങ്കിൽ പോട്ടെ, എന്തിനാ അന്വേഷിക്കുന്നേ? നാശം ഒഴിഞ്ഞു പോയിന്ന് വിചാരിച്ച് സമാധാനിക്ക്. നീ ഒന്നും മിണ്ടാതിരിക്കേ. പറയാൻ എളുപ്പം കഴിയും. അവളെ എങ്ങനെ കാണാതായാലേ നമ്മളെല്ലാരും കൂടെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. വേറെ എവിടെ പോവാന്? ആ കുഴിമാടത്തിന്റെ അവിടെ എവിടെയെങ്കിലും കാണും. എപ്പോഴും അവിടെ പോയി നാടകം കളിക്കുന്ന കാണാമല്ലോ. ചെല്ല്. വാ വാ. അമ്മേ ആരെ കാണിക്കാനാടി ഈ പ്രഹസനം? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണോന്ന് എന്തെങ്കിലും നേർച്ചയെടുത്ത് ഇറങ്ങിയതാണോ നീ? നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? മോൻ നിന്നെ കാണാതെ കരയുന്ന കണ്ടില്ലേ? അയ്യോ, എന്തൊരു കരുതലാന്ന് നോക്കിയേ. എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള നിന്റെ തന്ത്രം ഇതെന്ന് ആർക്കാ അറിയാത്ത? എല്ലാരും കണ്ടു കഴിഞ്ഞു, ഇനി പോവാൻ നോക്ക്. നീ ഈ രാത്രി എന്തിനാ ഈ കാട്ടിക്കൂടെ വന്നത്? എല്ലാരും എങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് നിനക്ക് എന്താ വേണ്ടത്? എനിക്കെന്താ വേണ്ടത് നിങ്ങൾക്കറിയില്ലേ? എന്റെ മോളെ എനിക്ക് തിരിച്ചതാ. തനിച്ചിരുട്ടത്ത് അവക്കൊന്നും പേടിയായിരുന്നു നിങ്ങൾക്കറിയില്ലേ? അവക്കിവിടെ തനിച്ച് പേടിയാവുന്നുണ്ടോ? എന്റെ മോളെ എനിക്ക് തിരിച്ചതാ. നിന്റെ ഷോ മതിയാക്കി പോവാൻ നോക്ക്. നിന്റെ നാടകം കഴിഞ്ഞെങ്കിലേ ഞങ്ങക്ക് വേറെ പണിയുണ്ട്. നിന്റെ മോള് മരിച്ചു കഴിഞ്ഞു. മരിച്ചവര് തിരിച്ചു വരില്ലെന്നുള്ളൊരു സാമാന്യ ബോധം പോലും നിനക്കില്ലേ? എന്റെ മോള് മരിച്ചതല്ലല്ലോ, എന്റെ മോളെ കൊന്നതല്ലേ? അത് നിനക്കറിയില്ലേ? എന്റെ കുഞ്ഞിനെ എല്ലാവരോടും കൊലയ്ക്ക് കൊടുത്തതല്ലേ? ഇന്നത്തെ ദിവസം ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത്? ഇന്നലെ രാത്രി മോൾ എന്നോട് അവളുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ വീട് വിട്ടിറങ്ങിയ ഐനുമോൾക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, വൺ മിസ്റ്റർ ഗിരീടമകൾ. ഇപ്പോ ആ കുട്ടി മിസ്സിംഗ് ആണ്. ഓർമ്മകളിൽ ജീവിക്കുന്ന വസുധയ്ക്ക് ഇനി വിധി കാത്തുവച്ചിരിക്കുന്നത് എന്ത്? മനസ്സിൽ തൊടുന്ന മുഹൂർത്തങ്ങളുടെ നേർക്കാഴ്ചയുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.